നിങ്ങളൊക്കെ വിചാരിക്കുന്നതിന് മുമ്പേ ഈ കഥ തീർന്നതാണ്. ആക്ച്വലി ദ സ്റ്റോറി എൻഡഡ് റൈറ്റ് അറ്റ് ദ ബിഗിനിങ്. നിന്റെ ഉള്ളിലെ നൊമ്പരങ്ങളും പെയ്തൊഴിഞ്ഞുവോ? ആദിയുടെ ഷോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. ചില ദിവസങ്ങൾ, ചില മുഹൂർത്തങ്ങൾ, ചില പ്രോഗ്രാമുകൾ ജീവിതകാലം മുഴുവൻ മറക്കാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അതാണ് നമ്മുടെ ഭാഗ്യവും. പേഴ്സണലായിട്ട് ആരെങ്കിലും എന്നോട് സിനിമയാണോ സ്റ്റേജാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും സ്റ്റേജാണ്. കാരണം ലൈവാണ്. ഇവിടെ ഒരാളെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നേരിട്ട് അനുഭവിക്കുകയാണ്. സിനിമയിൽ അത് കിട്ടില്ല. നമ്മൾക്ക് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും തെറ്റുകൾ തിരുത്താനും എല്ലാം സ്റ്റേജിനെ പോലെ മറ്റൊരു സ്ഥലമില്ല. ഞാൻ ഒരുപാട് പെർഫോമൻസ് സ്റ്റേജിൽ കണ്ടിട്ടുള്ള ആളാണ്. എൻ്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ സാംബശിവൻ നാടകം പാട്ടുപാടി അഭിനയിക്കുന്നവര്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് ആദി. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് അതിഗംഭീരമായിട്ട് ഉയരുന്നു എന്നുള്ളതാണ്. നമുക്ക് വിസ്മയം എന്ന് പറയുന്ന ഒരു വലിയ ഇതാണ്. അതും വളരെ നാച്ചുറലായിട്ട്. ഈസ് എ ബിഗ് ആക്ടർ ഓൾസോ, ബിഗ് സിംഗർ ഓൾസോ, ബിഗ് ഇംപ്രവൈസർ ഓൾസോ. പിന്നല്ലേ കൊണ്ടുവാ. 3 പേര് ഇവിടുന്ന് പോയി, ഒരാൾക്കും തോന്നിയില്ല. ആദിയുടെ ഷോ ഗംഭീരമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള ഒരു ഷോ ആണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. തുടക്കം മുതൽ തീരുന്നത് വരെ ഈ 2.5 മണിക്കൂർ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ നമ്മളെ ഓഡിയൻസിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ടൊരു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ പെർഫോമറാണ്. ഓൾ ദി ബെസ്റ്റ് ആദി ആൻഡ് ഓൾ ദി ബെസ്റ്റ് ജിസ് ജോയ്.